നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. JN സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് അടച്ചിട്ട വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് ഇന്ന് തുറക്കും. സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വൈസ് ചാൻസലർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചപ്പോൾ തന്നെ ക്യാമ്പസിലും ഹോസ്റ്റലിലും CCTVയും സെക്യൂരിറ്റിയും അടക്കം കൃത്യമായി സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. വൈസ് ചാൻസലറെ നിയമിച്ചത് സർക്കാരാണ്. ഇത് സർക്കാരിനെ അറിയിക്കാത്തതിൽ മാത്രമാണ് സർക്കാരിന് എതിർപ്പുണ്ടായത്. ഹോസ്റ്റലിന്റെ വാർഡൻ കൂടിയായ ഡീനിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ വ്യക്തമാക്കിയിരുന്നതായും ജെ ചിഞ്ചുറാണിയെ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. നടന്ന കാര്യങ്ങൾ മറച്ചുവെക്കാൻ ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു. ഭയം കാരണം സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞില്ലെന്നും വിദ്യാർത്ഥികളുടെ മൊഴിയുണ്ട്. UGCക്ക് ലഭിച്ച പരാതിയിലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് പൂക്കോട് വെറ്ററിനറി കോളേജിൽ അന്വേഷണം നടത്തിയത്. പോലീസിന് മൊഴി നൽകുമ്പോൾ കോളേജ് അധികൃതർ ഒപ്പം നിന്നു. ഭയം കാരണം സത്യസന്ധമായി മൊഴി നൽകാനായില്ല. ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു. ഓൺലൈൻ ഹിയറിംഗിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അറസ്റ്റിലായ പ്രതികൾ 4 ഇടങ്ങളിൽ എത്തിച്ച സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകി. 2019ലും 2021ലും സമാന റാഗിംഗ് സംഭവങ്ങൾ കോളേജിൽ നടന്നു. 2 ആഴ്ച ക്ലാസ്സിൽ കാണാതിരുന്ന വിദ്യാർത്ഥികൾക്ക് എന്തു പറ്റിയെന്ന് ഇനിയും വ്യക്തമല്ല. കോളേജിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് ശുപാർശ ചെയ്തു. അതിനിടെ സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടിയുടേതെന്ന പേരിൽ ലഭിച്ച പരാതിയിൽ ദുരൂഹത നിറയുന്നു. സിദ്ധാർത്ഥനെതിരെ പരാതിയിൽ മൊഴിയെടുക്കാനായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആന്റി റാഗിംഗ് സ്ക്വാഡ് വിളിപ്പിച്ചെങ്കിലും പെൺകുട്ടി ഹാജരായില്ല. കേസ് അന്വേഷണത്തിന് CBI എത്തുമ്പോൾ ആദ്യം ചോദ്യം ചെയ്യുക ഈ പെൺകുട്ടിയെയാകും. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡിൽ 97 പേരാണ് മൊഴി നൽകിയത്. സിദ്ധാർത്ഥൻ മരിക്കുന്നതിന് മുമ്പ് ക്രൂരമായ മർദ്ദനത്തിനും ശാരീരിക പീഡനത്തിനും ഇരയായ വിവരം പുറത്തു പറയരുതെന്ന് ഡീൻ നിർദ്ദേശിച്ചെന്ന് മറ്റൊരു വിദ്യാർത്ഥി മൊഴി നൽകി. ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ മുഖേന ലഭിച്ച പരാതികളിൽ UGC ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥികളിൽ ഒരാൾ ഇത്തരത്തിൽ മൊഴി നൽകിയത്. സ്ക്വാഡിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശിക്കുന്നുമുണ്ട്. ഇതോടെ ഡീനും കുടുങ്ങും. ഈ കുട്ടി CBIക്ക് മുമ്പിൽ മൊഴി നൽകിയാൽ ഡീൻ പ്രതിയാകും. ഡീനിന്റെ പ്രസംഗ വീഡിയോയും പുറത്തു വന്നിരുന്നു. 18-ന് ഉച്ച കഴിഞ്ഞ് സിദ്ധാർത്ഥന മുറിയിൽ കണ്ടില്ല. മുട്ടി വിളിച്ചിട്ടും ബാത്റൂമും തുറന്നില്ല. ഇതേ തുടർന്ന് ബാത്റൂമിന്റെ വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഒരാളുടെ മൊഴിയുണ്ട്. സിദ്ധാർത്ഥനെ നേരിടേണ്ടി വന്നതുപോലുള്ള പീഡനം മുമ്പ് ഹോസ്റ്റലിൽ 2 പേർക്ക് അനുഭവിക്കേണ്ടി വന്നതായും നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ കൂട്ടാക്കിയില്ലെന്നും വിദ്യാർത്ഥികളിൽ ചിലർ മൊഴി നൽകിയ വിവരവും ഇടക്കാല റിപ്പോർട്ടിലുണ്ട്. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.